ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേലച്ചൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്ക എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 29-ാം ദിവസമാണ് ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം ശാന്തതയും മാന്യതയും അന്തസ്സും. പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുന്ന സന്ദർഭങ്ങളിൽ ഒരല്പം ശാന്തതയോടെ സംസാരിക്കുന്നത് പരിശീലിക്കുക. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ കോപം, അഹങ്കാരം, വയലൻസ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട 2 വലിയ തിന്മകളാണ് കോപവും അഹങ്കാരവും. ഇന്നത്തെ ടാസ്ക്: മുൻപ് യാതൊരു ആലോചനയുമില്ലാതെ പെട്ടെന്ന് പ്രതികരിച്ചു പോയ സന്ദർഭങ്ങൾ ഓർത്തെടുത്ത് ആ സമയത്തെ പെരുമാറ്റത്തെ ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കുകയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്നത്തെ പ്രാർത്ഥന: പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നുന്ന സന്ദർഭങ്ങളിൽ അല്പം ശാന്തതയോടെയും അവധാനതയോടെയും ചിന്തിച്ച് സംസാരിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുക. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നതുപോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നല്ല ഒരു കുമ്പസാരം നടത്തുക. പൂർവികർക്ക് വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേലച്ചൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 29-ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേലച്ചനും ടീമിനും വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷ ബഹുമാനപ്പെട്ട ഡാനിയേലച്ചനിലൂടെ നമുക്കായി ഒരുക്കി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള ദിവസങ്ങളിലും തീക്ഷ്ണമായ പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ ഈശോനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാവട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.